ഇഡിയെ ആക്രമിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലായ ആളിന്റെ വീടും ആർക്ക് വേണ്ടിയിട്ടാണോ ഇഡിയെ ആക്രമിക്കാൻ പോയത് ആ നേതാവിന്റെ വീടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചിത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലാണ്, പ്രത്യേകിച്ച് ട്രോൾ പേജുകളിൽ. ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ഒരാളുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടാന്നൊക്കെ പറയുന്നത് അയാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാഷ്ട്ര സേവനത്തിന്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം ജനങ്ങളെ സേവിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലൊരു നേതാവിൻ്റെ വീട്ടിൽ ഇ റെയ്ഡ് പോലത്തെ ഒരു കാര്യമൊക്കെ നടക്കുമ്പം അദ്ദേഹം കറപ്റ്റഡ് ആണോ അല്ലേ എന്ന് തെളിയിക്കാനുള്ളൊരു സമയം കൊടുക്കുന്നേ. നമ്മൾ എന്തിനാണ് ഇത്രയും അക്രമങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പം അക്രമം ഒരിക്കലും ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഒരു കാലത്തും ആർക്കും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഈ രാഷ്ട്ര സേവനം എന്നൊക്കെ പറയണത് സ്വന്തം വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങണ്ടേ. നമ്മുടെ വീട് നന്നായിട്ടിരുന്നാലല്ലേ നമുക്ക് നാട് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വന്തം വീട് വൃത്തിയിൽ സൂക്ഷിക്കുന്ന കാര്യമാണെങ്കിലും അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ട കാര്യമാണെങ്കിലും അവിടെ നിന്ന് വേണം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ മാറ്റമൊക്കെ കൊണ്ടുവരാനായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയണത്, അത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ചില ആൾക്കാരൊക്കെ പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കും. ഒരാവേശത്തിന് അവർ പ്രിൻസിപ്പലിനെയൊക്കെ കയറി തല്ലും. അങ്ങനെ കയറി തല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കേസുകൾ ഉണ്ടാവും, ഗ്രേസ് മാർക്ക് കിട്ടാണ്ട് വരും, പാസ്പോർട്ട് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിൽ ഭാവിയിലൊരു ഒന്ന് ഗൾഫിലോട്ടൊന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ അതുപോലും നടക്കാണ്ട് നാട്ടിൽ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്ന കുറേ ചേട്ടന്മാർ കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് ബോധം വരുമ്പോൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എന്താ പറയുക, നേതാക്കന്മാർ ആവേശത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വിളിച്ച് പറയും. അത് കേട്ടിട്ട് നിങ്ങൾ അണികൾ ഓരോന്ന് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ നഷ്ടമുണ്ടാകുന്നത് സ്വന്തം കുടുംബത്തിനും വീടിനും പിന്നെ മക്കൾക്കൊക്കെ തന്നെയാണ്. പ്രസ്ഥാനങ്ങൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടായിരിക്കണം. ആശയങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഈ പ്രസ്ഥാനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടെ വേണം. പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ ഒരാളോട് തെറ്റ് ചെയ്താൽ അയാളെ ഒറ്റപ്പെടുത്താനും അതേപോലെ തന്നെ നീ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ച് വിളിച്ചു പറയാനും അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരയ്ക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനമായിരിക്കണം, അല്ലെങ്കിൽ സ്വഭാവമായിരിക്കണം പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് ഇ ഡി എ പോലത്തെ ഒരു സംവിധാനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അവരെ ആക്രമിക്കാനൊക്കെ പോയാൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ ഒരുപാട് കാലം നമുക്ക് അകത്ത് കിടക്കാം. നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരുടെ ഭാവിയെ കൂടിയാണ് അത് ബാധിക്കുക എന്ന് മറക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്.